Hello everybody. Welcome again to English Wow. My name is Nishad. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള 20 ഫ്രേസൽ വേർബുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ ഏതൊക്കെയാണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസൽ വേർബുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹിയർ വി ഗോ. ഒന്നാമത്തേത് കോൾ ഓഫ്. കോൾ ഓഫ് എന്താണ് കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ടു ക്യാൻസൽ. സോ ഐ ഗിവ് യു വൺ എക്സാമ്പിൾ. ദ ടീച്ചർ ഹാഡ് ടു കോൾ ഓഫ് the field trip due to bad weather. The teacher had to call off the field trip. ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? The teacher had to call off. അവിടെ കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ എന്നാണ് അർത്ഥം കേട്ടോ. ഹാഡ് ടു കോൾ ഓഫ്. എന്താണ് കോൾ ഓഫ് ചെയ്യേണ്ടി വന്നത്? ഫീൽഡ് ട്രിപ്പ്. ദ ഫീൽഡ് ട്രിപ്പ് ഡ്യൂ ടു ബാഡ് വെതർ. അപ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്ന് ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഫീൽഡ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ കോൾ ഓഫ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കോൾ ഓഫ് എന്നുള്ളത് നമുക്ക് കോൾഡ് ഓഫ് നോ, കോളിംഗ് ഓഫ് നോ, പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ വേർബിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ. സോ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്യാൻസൽ. നെക്സ്റ്റ് വൺ ഈസ് ചിയർ അപ്പ്. ചിയർ അപ്പ്. എന്താണ് ചിയർ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഒന്ന് ഉഷാറാക്കൂലേ, ഒന്ന് ബ്രൈറ്റൻ ചെയ്യാം, അല്ലെങ്കിൽ ടു ബ്രൈറ്റൻ എന്ന് പറയാം. അപ്പോൾ വളരെ സാഡായിട്ടിരിക്കുന്ന ഒരാളെ നമ്മളൊന്ന് ഉഷാറാക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുക? ചിയർ അപ്പ് എന്ന് പറയാം. ഇപ്പോൾ ചിയർ അപ്പ് എന്നുള്ളത് ചിയർഡ് അപ്പ് എന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഐ ഗിവ് യു വൺ എക്സാമ്പിൾ. മൈ ഫ്രണ്ട് ട്രൈഡ് ടു ചിയർഡ് മീ അപ്പ്. വൺസ് അഗെയിൻ, മൈ ഫ്രണ്ട് ട്രൈഡ് ടു ചിയർഡ് മീ അപ്പ് വെൻ ഐ വാസ് സാഡ്. എന്താ സംഭവിച്ചത്? ഞാൻ സാഡായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ ഒന്ന് ചിയർ അപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, എന്നെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ശ്രമിച്ചു. സോ മൈ ഫ്രണ്ട് ട്രൈഡ് ടു ചിയർഡ് മീ അപ്പ്. ചിയർഡ് അപ്പ് മീ എന്നല്ല പറഞ്ഞത്, ചിയർഡ് മീ അപ്പ് വെൻ ഐ വാസ് സാഡ്. സോ ദ സെക്കൻഡ് വൺ ഈസ് ചിയർ അപ്പ്. നെക്സ്റ്റ് വൺ ഈസ് കം അക്രോസ്. കം അക്രോസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകൗണ്ടർ. പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുക, പ്രത്യേകിച്ചിട്ടും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കണ്ടുമുട്ടലൊക്കെ ഉണ്ടാവില്ല, അതിന് നമ്മൾ കം അക്രോസ് എന്ന് പറയും. അതിൻ്റെ പാസ്റ്റ് എന്താണ്? കെയിം അക്രോസ് ആണ്. അപ്പോൾ കം അക്രോസ് എന്നുള്ളത് കെയിം അക്രോസ് എന്നാവും. എക്സാമ്പിൾ പറയാം. യെസ്റ്റർഡേ ഐ കെയിം അക്രോസ് മൈ ഓൾഡ് ഫ്രണ്ട് ഡ്യൂറിങ് മൈ ട്രാവൽ. ഇന്നലെ ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഇവിടെ എൻകൗണ്ടർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഞാൻ എൻ്റെ യാത്രയിലാകുന്ന സമയത്ത് ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഐ കെയിം അക്രോസ് ആണ് അവിടെ. കെയിം അക്രോസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് കട്ട് ഓഫ്. വാട്ട് ഈസ് കട്ട് ഓഫ്? കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവുക. ഡിസ്കണക്റ്റ് ആവുക. ദ ഫോൺ കോൾ വാസ് കട്ട് ഓഫ് ബിക്കോസ് ഓഫ് പുവർ റിസപ്ഷൻ. ദ ഫോൺ കോൾ വാസ് കട്ട് ഓഫ്. ഫോൺ കോൾ കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ദ ഫോൺ കോൾ വാസ് കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കണക്റ്റ് ആവുക. സോ ദ ഫോൺ കോൾ വാസ് കട്ട് ഓഫ് ബിക്കോസ് ഓഫ് ബാഡ് റിസപ്ഷൻ. അതായത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തായിട്ടുണ്ടായിരുന്നു? ഫോണ് കട്ടായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട്. വാട്ട് ഈസ് ഫൈൻഡ് ഔട്ട്? ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കവർ ചെയ്യുക, നമ്മൾ കണ്ടെത്തുക എന്ന് പറയില്ലേ. അപ്പോൾ ഫൈൻഡ് ഔട്ട് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താ വരിക? ഫൗണ്ട് ഔട്ടാണ് വരിക. സോ വി ഫൗണ്ട് ഔട്ട് that the party was cancelled at the last minute. So we found out that the party was cancelled at the last minute. ഞങ്ങൾ കണ്ടെത്തിയ കാര്യം എന്താണ്? പാർട്ടി ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടെത്തി. We found out that the party was cancelled at the last minute. Next one is get along with. Get along with. എന്താ get along with എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആളുകളുമായിട്ട് നല്ല ടേമിലാവുക, പെട്ടെന്ന് നല്ല പരിചയത്തിലാവുക, നല്ല കണക്ഷനിലാവുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് എന്നുള്ളത് ഗോട്ടായിട്ട് വരും കേട്ടോ. എക്സാമ്പിൾ പറയാം. മൈ സിസ്റ്റർ ഗെറ്റ്സ് അലോങ് വിത്ത് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ്. മൈ സിസ്റ്റർ ഗെറ്റ്സ് അലോങ് വിത്ത് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ്. എൻ്റെ സിസ്റ്റർ അവളുടെ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളുമായിട്ട് എന്താണ്? ബി ഓൺ ഗുഡ് ടേംസ്, നല്ല ടേംസിലാണ്, അല്ലെങ്കിൽ നല്ല പരിചയത്തിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഗോ ഓവർ. ഗോ ഓവർ. പാസ്റ്റ് ആവുന്ന സമയത്ത് വെൻറ്റ് ഓവർ എന്ന് പറയാം. ഓക്കെ. സോ ഗോ ഓവർ, വെൻറ്റ് ഓവർ. വാട്ട് ഈസ് ദ മീനിങ്? നമ്മൾ റിവ്യൂ ചെയ്യുക, ഒന്നുകൂടിയൊക്കെ നോക്കുക, ഒരു കാര്യം ഒന്നുകൂടി നോക്കുക. എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് ഗോ ഓവർ ദ ലെസൺ വൺ മോർ ടൈം ബിഫോർ ദ ടെസ്റ്റ്. ലെറ്റ്സ് ഗോ ഓവർ ദ ലെസൺ. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എന്ത് ചെയ്യാം? ആ ലെസണിലൂടെ കടന്നു പോകാം, ഒന്ന് റിവ്യൂ ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് ഗോ ഓവർ ദ ലെസൺ വൺ മോർ ടൈം ബിഫോർ ദ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഹോൾഡ് ഓൺ. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഹോൾഡ് ഓൺ. ഹോൾഡ് ഓൺ മീൻസ് വെയിറ്റ്. വെയിറ്റ്. ഇങ്ങനെ പറയാം സിമ്പിളായിട്ട്. ഹോൾഡ് ഓൺ എ മൊമെൻറ്റ്. ഹോൾഡ് ഓൺ എ മൊമെൻറ്റ്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യാം. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ. വാട്ട് ഈസ് ദാറ്റ്? ലുക്ക് ആഫ്റ്റർ മീൻസ് പരിചരിക്കുക. പരിചരിക്കുന്നതിനാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. ലുക്ക് ആഫ്റ്റർ, ലുക്കിംഗ് ആഫ്റ്റർ, ലുക്ക്ഡ് ആഫ്റ്റർ, ഇങ്ങനെയൊക്കെ പറയാം.
Can you look after my dog while I'm on vacation? Can you look after my dog while I'm on vacation? What is that? നിനക്ക് എൻ്റെ നായയെ പരിചരിക്കാൻ പറ്റുമോ ഞാൻ വെക്കേഷൻ ആയിരിക്കുന്ന സമയത്ത്? Can you look after my dog while I'm on vacation? Pass away അല്ലെങ്കിൽ passed away എന്താണ്? മരിക്കുക. My grandmother passed away peacefully in her sleep. My grandmother passed away peacefully in her sleep. എൻ്റെ ഗ്രാൻഡ് മദർ അവരുടെ ഉറക്കത്തിൽ വളരെ സമാധാനപരമായിട്ട് അവർ മരിച്ചു. പുട്ട് ഓഫ്. വാട്ട് ഈസ് ഇറ്റ്? പുട്ട് ഓഫ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക. നീട്ടിവെക്കുന്നതിനാണ് നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കാം. വി ഹാഡ് ടു പുട്ട് ഓഫ് ദ പിക്നിക് ബിക്കോസ് ഓഫ് ദ റെയിൻ. വി ഹാഡ് ടു പുട്ട് ഓഫ് ദ പിക്നിക് ബിക്കോസ് ഓഫ് ദ റെയിൻ. അപ്പോൾ മഴ കാരണം ഞങ്ങൾക്ക് പിക്നിക് നീട്ടിവെക്കേണ്ടി വന്നു. വി ഹാഡ് ടു പുട്ട് ഓഫ് the picnic because of the rain. Run into. What is that? Run into. Encounter. നമ്മൾ കണ്ടുമുട്ടുക. എക്സാമ്പിൾ പറയാം. I ran into my old friend at the grocery store yesterday. ഇന്നലെ സ്റ്റോറിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. So what is that? Run into. ഇതിൻ്റെ പാസ്റ്റ് ആണ് ran into. Next one is set up. What do you mean by that? Set up. Establish. To establish എന്നുള്ള അർത്ഥമാണ് ഇതിന് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ സെറ്റപ്പ് എ ന്യൂ ബിസിനസ് ഇൻ ദ സിറ്റി സെൻറ്റർ. അവർ സിറ്റി സെൻറ്ററിൽ ഒരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നു. ടേക്ക് ആഫ്റ്റർ. വാട്ട് ഈസ് ഇറ്റ്? ടേക്ക് ആഫ്റ്റർ. എന്താ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ? ടു റിസംബിൾ എന്ന് പറയും. നമുക്ക് സാമ്യത ഉണ്ടാവില്ലേ? സാമ്യത, ഒരാൾ മറ്റൊരാളെ പോലെ സാമ്യമായിട്ടുള്ള സംഗതി, അതിനാണ് നമ്മൾ ടേക്ക് ആഫ്റ്റർ എന്ന് പറയുക. ലുക്ക് ആഫ്റ്റർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ടേക്ക് ആഫ്റ്റർ. Sarah takes after her mother. They both have the same eyes. Sarah takes after her mother. അപ്പോൾ സാറയെ കാണാൻ ആരെ പോലുണ്ട്? അവളുടെ അമ്മയെ പോലുണ്ട്. സാറ ടേക്സ് ആഫ്റ്റർ ഹെർ മദർ. ദേ ബോത്ത് ഹാവ് ദ സെയിം ഐസ്. രണ്ടാൾക്കും ഒരേ കണ്ണാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടേൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, നമ്മൾ നിരസിക്കുക എന്ന് പറയില്ലേ. എക്സാമ്പിൾ പറയാം. അൺഫോർച്ചുനേറ്റ്ലി ദേ ടേൺ ഡൗൺ മൈ ജോബ് അപ്ലിക്കേഷൻ. നിർഭാഗ്യവശാൽ അവരെന്ത് ചെയ്തു? ടേൺ ഡൗൺ ചെയ്തു. റിജക്റ്റ് ചെയ്യുക. എന്താണ് റിജക്റ്റ് ചെയ്തത്? എൻ്റെ ജോലിയുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തു. അടുത്തത് വർക്ക്ഔട്ട്. വാട്ട് ഈസ് ദാറ്റ്? വർക്ക്ഔട്ട് മീൻസ് ടു റിസോൾവ്. നമ്മളൊരു കാര്യം പരിഹരിക്കില്ലേ, അതിനാണ് നമ്മൾ വർക്ക്ഔട്ട് എന്ന് പറയാം. ലെറ്റ്സ് വർക്ക് ഔട്ട് എ പ്ലാൻ ടു ഫിനിഷ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. ടു ഫിനിഷ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. പ്രൊജക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാനുള്ള, അത് പരിഹരിക്കാനുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കാം. ബ്രേക്ക് ഡൗൺ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കേടാവുക. എൻ്റെ പാസ്റ്റായിട്ട് ബ്രോക്ക് ഡൗൺ എന്ന് പറയാം. മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ ഹൈവേ. എൻ്റെ കാറ് ഹൈവേയിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയി, അതായത് പാസ്റ്റിലാണ് പറയുന്നത്. ബ്രോക്ക് ഡൗൺ, കേടുവന്നു. ആൻഡ് ദ ഫൈനൽ വൺ, ക്യാരി ഓൺ. What does it mean? Carry on. Carry on means continue. To continue. Despite the setbacks, they decided to carry on with the project. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടും അവർ ആ പ്രൊജക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. Despite the setbacks, they decided to continue with the project. So that's all. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ലെവലിനനുസരിച്ചിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് ടോപ്പിക്. ടിൽ ദെൻ, ബൈ.